Namaste, welcome back to my channel Vintrader. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് നമുക്ക് ഓപ്ഷൻസിൽ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, റേഞ്ച് മാർക്കറ്റ് ആയിക്കോട്ടെ, കൺസോളിഡേഷൻ മാർക്കറ്റ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സലും നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ 6 സെപ്റ്റംബർ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരുന്നു. ഇന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ഡൗണിലേക്ക് പോയത്. കുറച്ച് ദിവസങ്ങളായിട്ടൊരു ബൈ തന്നെയാണ് മാർക്കറ്റിൽ പോയിരുന്നത്. നമുക്ക് 1 അവർ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്രോക്സിമേറ്റ് 14th August ശേഷം നല്ലൊരു ബൈ ആണ്. ഇന്നാണ് മാർക്കറ്റ് ആക്ച്വലി നല്ല രീതിയിൽ ഇറങ്ങി. ഇതിനു മുമ്പ് മാർക്കറ്റ് സൈഡ് വേസിൽ, അതായത് കുറച്ച് 2 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ലൊരു പ്രോപ്പർ സൈഡ് വേസ് തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ രാവിലെ തന്നെ സപ്പോർട്ട് അടിച്ച് മാർക്കറ്റ് താഴ്ത്തിറങ്ങി നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയി നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ചൊന്ന് കയറാൻ നോക്കിയെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ ബൈ തന്നില്ല. കൺസോളിഡേഷൻ തന്നെ നമ്മുടെ അവിടെ ഒരു ബൈ ട്രേഡ് ഇല്ലെന്ന് തന്നെ സോഫ്റ്റ് പറഞ്ഞു. നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ പുതിയൊരു എൻട്രി എടുക്കാൻ പറഞ്ഞില്ല. നെക്സ്റ്റ് അതേപോലെ തന്നെ മാർക്കറ്റ് പിന്നെയും തിരിച്ചിറങ്ങി നമുക്ക് പിന്നെയും ഡൗൺ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ തിരിച്ചറിയാം. ഇപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് പോയിരുന്നെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ ബൈ ട്രേഡ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ന്യൂ കമേഴ്സിന് വരുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ്, അതായത് ഒരു ഓപ്ഷൻസിലേക്ക് ന്യൂ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യുന്നവർക്ക് നമുക്ക് ആക്ച്വലി അപ്പ് ഡൗൺസ് മനസ്സിലാകാം. പക്ഷേ ഒരു ഫേക്ക് അപ്പ് ഡൗൺസ് എവിടെ നിന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കുറച്ചൊന്ന് അപ്പിലേക്ക് പോകുമ്പോൾ നേരെ കയറി ബൈ എടുക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് അടിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് അറിഞ്ഞ് നമുക്കൊരു ലോസ് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സെല്ലിന് കണ്ടിന്യൂവേഷൻ, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല കൺസോളിഡേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തരാത്തൊരവസ്ഥയായിരുന്നു. അത് സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് കാണിച്ചു തരികയും ചെയ്തു. നമുക്കൊരു ഡൗൺ വന്നെങ്കിലും അവിടെ നിന്ന് ആ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് പോയി ലാസ്റ്റാണ് കുറച്ചൊന്ന് ഡൗൺ ഇറങ്ങിയത്. ഇന്ന് അതേപോലെ തന്നെ രാവിലെ സപ്പോർട്ട് അടിച്ചിറങ്ങി ഇവിടെ നല്ലൊരു ബ്രേക്ക് പോയി, നല്ല ഹ്യൂജ് നല്ല സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ നിന്നാണ് ബ്രേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് 25,085 ആ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ 25,100 പുട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രാവിലെ ആ സമയത്ത് ബൈ തന്നിട്ടുണ്ട്. 9, 12, 130 ബൈ തന്നു. 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ ഡബിൾ കൺഫർമേഷനായി. അപ്രോക്സിമേറ്റ് നമ്മൾ ഈ റേഞ്ചിൽ നിന്നാണ് പിടിച്ചത്. 137 അവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി 299 വരെ പോയി തിരിച്ച് മാർക്കറ്റ് ബാക്കിലോട്ട് ഇറങ്ങി നമുക്ക് ഇവിടുന്ന് പിന്നെ റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് 255 നേരെ പിന്നെ 296, ഇപ്പോൾ 332 അപ്പോൾ അത് മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ നിന്ന് അടിച്ചടിച്ച് കയറി. അപ്പോൾ നമുക്കൊരു എൻട്രി മിസ്സാണെങ്കിൽ നെക്സ്റ്റ് എൻട്രി എടുക്കണം നമ്മുടെ സോഫ്റ്റ് എവിടെ നിന്നാണെന്ന് പറഞ്ഞു തരും. അതിനകത്തൊരു അതായത് ഡൗണിഷ് മാർക്കറ്റ് വരുന്ന സമയത്ത് അതൊരു ഫേക്ക് ആണോ അതോ തിരിച്ചിനിയും കയറാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വെർഷൻ മാത്രമാണ്. ഇതേപോലെ 8 സ്ട്രാറ്റജികൾ അവൈലബിൾ ആണ്, 2 സ്കാനർ. ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്കാനറിലൂടെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് നല്ല ട്രേഡ് മിസ് ആയി. ഇപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ACC കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ആക്ച്വലി നല്ലൊരു ട്രേഡ് ഇപ്പോൾ രാവിലെ നല്ലപോലെ അടിച്ചിറങ്ങി അതേപോലെ കയറുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ആ സ്കാനർ വഴി കറക്റ്റ് ഒരു എൻട്രി എക്സിറ്റും കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെമോയിലൂടെ പറഞ്ഞു തരും. അപ്പോൾ അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.